ഹൈപ്പോതൈറോയിഡിസം വെയിറ്റ് മാനേജ്മെന്റിനെയും മെറ്റബോളിസത്തിനെയും എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് നോക്കിയാലോ. ആദ്യത്തേത് സ്ലോ മെറ്റബോളിസം ആണ്. ലോവർ തൈറോയ്ഡ് ലെവൽസ് നമ്മുടെ കാലറി ബേൺ ചെയ്യാനുള്ള കഴിവിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇത് കാരണം മെറ്റബോളിസം സ്ലോ ആവുന്നു. അടുത്തത് വെയിറ്റ് ഗെയിൻ. കാലറി ബേൺ ആവാത്തത് കാരണം നമ്മുടെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. അടുത്തതായിട്ട് ഫെറ്റീഗ് ആൻഡ് ആക്ടിവിറ്റി ലെവലാണ്. ഹൈപ്പോതൈറോയിഡിസം ടയർഡ്നെസ്സിന് കാരണമാകുന്നു. ഇതൊരു പാസീവ് ലൈഫ് സ്റ്റൈലിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ മസിൽ മാസ് ആണ്. ലോവർ മസിൽ മാസ് എന്ന് പറഞ്ഞാൽ തന്നെ മെറ്റബോളിസം സ്ലോ ആകാൻ കാരണമാകുന്നു. ഇത്രയുമാണ് ഹൈപ്പോതൈറോയിഡിസം വെയിറ്റ് മാനേജ്മെന്റും മെറ്റബോളിസത്തിനും ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് നോക്കിയാലോ. ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും അതുപോലെ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കൂടാതെ റെഗുലർ കാർഡിയോ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുക. പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് തൈറോയ്ഡ് മെഡിസിൻസ് എടുക്കുക. സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഹൈപ്പോതൈറോയിഡിസം മാനേജ് ചെയ്യാനുള്ള വഴികൾ. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യയിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സൗഖ്യയുടെ പേജ് ഫോളോ ചെയ്യുക.